നമസ്കാരം. വാരം വാർത്താ വിചാരം എന്ന പ്രതിവാര പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. വാർത്തകൾ ഏറെ ഉണ്ടാകുമെങ്കിലും അതിൽ ഓർത്തുവെക്കേണ്ടവ ചിലത് മാത്രമാകും. അത്തരം വാർത്തകളിലേക്ക് കടന്നു ചെല്ലുന്ന പരിപാടിയാണ് വാരം വാർത്താ വിചാരം. മെച്ചപ്പെട്ട ഗതാഗത സംവിധാനം പരിഷ്കൃത സമൂഹത്തിന്റെ അവകാശമാണ്. ദൂരങ്ങൾ ഇല്ലാതാകുന്ന കാലത്ത് ആധുനിക യാത്രാ മാർഗങ്ങൾക്കും ആവശ്യാനുസൃതമുള്ള സൗകര്യങ്ങൾക്കും പ്രാമുഖ്യം നൽകാനാണ് ഭരണകൂടങ്ങളും അധികൃതരും തയ്യാറാകേണ്ടത്. കേരളത്തിൽ പൊതുഗതാഗത സംവിധാനത്തിന് എക്കാലത്തും പ്രാധാന്യമുണ്ട്. KSRTC, സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടുന്ന റോഡ് ഗതാഗതം, ദീർഘഹ്രസ്വദൂര ട്രെയിൻ സർവീസുകൾ ഉൾപ്പെടുന്ന റെയിൽ ഗതാഗതം, വള്ളങ്ങൾ തുടങ്ങി കൂറ്റൻ യാനങ്ങൾ ഉൾപ്പെടുന്ന ജലഗതാഗതം എന്നിവയൊക്കെയാണ് ശരാശരി മലയാളി ന്യായമായ നിരക്കിലുള്ള യാത്രയ്ക്ക് ആശ്രയിക്കുന്നത്. ഇതിൽ റെയിൽ ഗതാഗതത്തിന് ചെറുതല്ലാത്ത പരിഗണനയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. അതിനുള്ള ഒരു പ്രധാന കാരണം സംസ്ഥാനത്തെ വലിയ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ദൃഢമായ ഒരു റെയിൽ കണക്ടിവിറ്റി ഉണ്ട് എന്നത് തന്നെ. എന്നാൽ യാത്രക്കാരുടെ ബാഹുല്യത്തിലും വരുമാനത്തിന്റെ തോതിലും കേരളത്തിൽ റെയിൽവേ ഭേദപ്പെട്ട നിലയിലാണെങ്കിലും യാത്രാക്ലേശത്തിന് അറുതിയുണ്ടോ? ഉത്തരം ഇല്ലേ ഇല്ല. ചില പരിഹാരങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകുന്നത് ഒഴിച്ചാൽ അവഗണനയ്ക്കുള്ള ശമനം ഇപ്പോഴും പച്ചക്കൊടി കാത്തുകിടക്കുകയാണ്. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ഏറ്റവും തിരക്കുള്ള കൊല്ലം-എറണാകുളം റൂട്ടിൽ മെമുവിന്റെ കോച്ചുകളുടെ എണ്ണം കൂട്ടിയത് അല്പം ആശ്വാസം പകരുന്നതാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ് റെയിൽ ഗതാഗതം. ദിനംപ്രതി ലക്ഷക്കണക്കിന് യാത്രക്കാർ കേരളത്തിൽ ട്രെയിനുകളെ ആശ്രയിക്കുന്നുണ്ട്. വൻതോതിലുള്ള ചരക്ക് നീക്കവും റെയിൽവേയിലൂടെ ഇവിടെ നടക്കുന്നുണ്ട്. 1861 ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് കേരളത്തിൽ റെയിൽവേ സർവീസ് തുടങ്ങുന്നത്. ബേപ്പൂർ തിരൂർ പാതയാണ് ആദ്യ റെയിൽ പാത. ഘട്ടം ഘട്ടമായുള്ള വികസനത്തിന് കാലദൈർഘ്യം ഏറെയുണ്ടെങ്കിലും കേരളത്തിൽ ഇപ്പോൾ ഏകദേശം 1053 കിലോമീറ്റർ റെയിൽവേ ശൃംഖലയും 13 റെയിൽവേ റൂട്ടുകളും നിലവിലുണ്ട്. ഇടുക്കി, വയനാട് ജില്ലകളിലൊഴികെ 12 ജില്ലകളിലും റെയിൽവേ പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരം, പാലക്കാട്, മധുര ഡിവിഷനുകളാണ് കേരളത്തിലുള്ളത്. 181 ഓപ്പറേഷൻ സ്റ്റേഷനുകൾ ഉൾപ്പെടെ 192 സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നു. 2000ന്റെ ആദ്യകാലത്ത് തന്നെ അവശേഷിച്ച മീറ്റർ ഗേജ് പാതയും ഇല്ലാതായതോടെ മുഴുവൻ പാതയും ബ്രോഡ് ഗേജിലേക്കായി. ഡീസൽ ട്രെയിനുകളുടെ കാലത്തിനും അന്ത്യം കുറിച്ച് പാതകൾ ഭൂരിഭാഗവും വൈദ്യുതീകരിക്കപ്പെടുകയും ചെയ്തു. പൊതുവിൽ അന്തർ സംസ്ഥാന ദീർഘദൂര ട്രെയിനുകളും ഹ്രസ്വദൂര പാസഞ്ചർ മെമു ട്രെയിനുകളും ഉൾപ്പെടെ നിറഞ്ഞ യാത്രക്കാരുമായി സർവീസ് നടത്തുന്ന കേരളത്തിലെ ആകെ റെയിൽവേ വരുമാനം പോയ സാമ്പത്തിക വർഷം ഏകദേശം 3000 കോടിയിലധികം വരുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇത്രയും യാത്രക്കാരുടെ തിരക്കുള്ള സംസ്ഥാനത്ത് ആവശ്യത്തിനുള്ള ട്രെയിനുകൾ ഉണ്ടോ എന്നതും ഉള്ളവയുടെ അവസ്ഥ തൃപ്തികരമാണോ എന്നതും എക്കാലത്തും ഉയർന്നു കേൾക്കുന്ന ചോദ്യങ്ങളാണ്. സംസ്ഥാനത്തെ ഏറ്റവും തിരക്കുള്ള റൂട്ടാണ് കൊല്ലം-എറണാകുളം-കൊല്ലം. സർക്കാർ, സ്വകാര്യ മേഖലകളിൽ പണിയെടുക്കുന്നവർ, വിദ്യാർത്ഥികൾ, വ്യാപാരികൾ തുടങ്ങിയ ദൈനംദിന യാത്ര ചെയ്യുന്നവരുടെ വൻ തിരക്കുള്ള റൂട്ടിൽ മെമു ട്രെയിനുകളിലെ കോച്ചുകളുടെ എണ്ണം 8 ആയിരുന്നു. എന്നാൽ പ്രതിഷേധങ്ങൾക്കും MPമാരുടെ ഇടപെടലുകൾക്കും ഒടുവിൽ കഴിഞ്ഞ ദിവസം കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നു. യാത്രക്കാരുടെ ദീർഘകാല ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമായിരിക്കുന്നത് എന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. പാർലമെന്റ് സമ്മേളനത്തിനിടെ കേന്ദ്ര റെയിൽവേ മന്ത്രിയെയും റെയിൽവേ ബോർഡ് ചെയർമാനെയും നേരിൽ കണ്ട് ഈ റൂട്ടുകളിൽ അനുഭവപ്പെടുന്ന അത്യന്തം തിരക്ക്, വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ വിശദമായി അവതരിപ്പിക്കുകയും അടിയന്തര നടപടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതായി MP പറഞ്ഞു. യാത്രക്കാരുടെ സുരക്ഷയും അടിസ്ഥാന സൗകര്യവും മുൻനിർത്തി കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ 2 സർവീസുകളിലും കോച്ചുകളുടെ എണ്ണം 12ആയി ഉയർത്തിയിരിക്കുന്നത് സ്ഥിരം യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ്. പ്രതിദിനം ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ റൂട്ടുകളിൽ തിരക്ക് കുറയാനും യാത്ര കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാകാനും ഇത് സഹായകരമാകും. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ വിഷയം ആദ്യമായി റെയിൽവേ മന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ 16 കോച്ചുകൾ നൽകാമെന്നാണ് ഉറപ്പ് നൽകിയിരുന്നതെങ്കിലും മെമു നിർമ്മാണം ആവശ്യമായ തോതിൽ നടക്കാത്തതുമൂലം പുതിയ കോച്ചുകൾ ലഭ്യമാക്കുന്നതിനുള്ള തടസ്സം തുടർന്നു വരികയായിരുന്നു. കൊല്ലം-എറണാകുളം റൂട്ടിലെ അതികഠിനമായ തിരക്ക് മന്ത്രിയെ വീണ്ടും ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് സോണുകളിൽ നിന്ന് ലഭ്യമായ റേക്കുകൾ ദക്ഷിണ റെയിൽവേക്ക് കൈമാറി ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ 8ൽ നിന്ന് 12ലേക്ക് കോച്ചുകളുടെ എണ്ണം ഉയർത്തുന്നത്. എന്നാൽ 16 കോച്ച് എന്ന ആവശ്യം ന്യായമായതിനാൽ 4 കോച്ചുകൾ കൂടെ അധികമായി ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടലുകൾ തുടരും, MP ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. മെട്രോ നഗരങ്ങളിലേക്ക് ദൈനംദിന യാത്രകൾ നടത്തുന്നവർ നിരവധിയാണ്. പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികളും ജോലിക്കാരും.
പരിമിത എണ്ണം ട്രെയിനുകളും ലോക്കൽ കമ്പാർട്ട്മെന്റുകളുടെ കുറവും ഈ യാത്രകളെ ദുരിതപൂർണമാക്കുന്നു. ഇതിനൊരാശ്വാസവുമായി എത്തിയ മെമു ട്രെയിനുകളിലും ഇപ്പോൾ നല്ല തിരക്കാണ്. ആവർത്തിച്ചുള്ള പ്രതിഷേധങ്ങൾക്കും നിവേദനങ്ങൾക്കുമൊടുവിൽ മെമു ട്രെയിനുകളിൽ അധിക കോച്ചുകൾ ഉൾപ്പെടുത്താൻ ദക്ഷിണ റെയിൽവേക്ക് സമ്മതിക്കേണ്ടി വന്നു എന്നതാണ് വാസ്തവം. ഏതായാലും മാർച്ച് 1 തീരുമാനം നടപ്പാക്കുമെന്നാണ് പറയുന്നത്. പുണ്യമാസമായ റമദാന് പ്രാർത്ഥനാ നിർഭരമായി കഴിഞ്ഞ ദിവസം സമാരംഭം കുറിച്ചു. റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യർക്കായി അവതരിപ്പിച്ചതെന്നാണ് വിശ്വാസം. പുലർച്ചെ സഹൂർ മുതൽ സന്ധ്യ ഇഫ്താർ വരെ നോമ്പ് അനുഷ്ഠിക്കുന്നത് റമദാനിലെ പ്രധാന പതിവാണ്. റമദാനിൽ സക്കാത്തും സദക്കയും ഏറെ പ്രാധാന്യമുള്ളവയാണ്. പുണ്യദായകമായ റംദാൻ മാസം ആരംഭിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് വിശ്വാസികൾക്ക് റംദാൻ. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏറ്റവും അനുഗ്രഹീതവും ആത്മീയ ചേതനയുള്ളതുമായ മാസമാണിത്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ 4ാമത്തേതായ വ്രതാനുഷ്ഠാനം ഈ മാസത്തിലാണ്. ദൈവിക വിളിക്കുത്തരമായി പകലിലെ അന്നപാനീയങ്ങളും വൈകാരിക ആസ്വാദനങ്ങളും ഉപേക്ഷിച്ച് രാത്രികാലങ്ങളിൽ പ്രാർത്ഥനയിലും ആരാധനയിലും കൂടുതൽ മുഴുകി ഒരു മാസം മുഴുവനായും വിശ്വാസി ലോകം വ്രതമനുഷ്ഠിക്കുന്നു. ആരാധനകളും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും വർദ്ധിപ്പിച്ച് തെറ്റായ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും അകലം പാലിച്ച് വ്രതമനുഷ്ഠിക്കുന്നതോടെ ഖുർആന്റെ അധ്യാപനങ്ങൾക്ക് പ്രായോഗികതയുടെ പൂർണ്ണത നൽകി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ദൈവിക പരിശീലനത്തിന് വിധേയമാക്കുകയാണ് വിശ്വാസി സമൂഹം. ഭൗതികതയുടെ സൗകര്യങ്ങളിൽ ധാർമ്മിക മൂല്യങ്ങളും ദൈവിക അധ്യാപനങ്ങളും മറന്നുപോകാനിടയുള്ള മനുഷ്യനെ വിശപ്പും ദാഹവും അനുഭവിപ്പിച്ചുകൊണ്ട് തന്റെ സഹജീവികളുമായി അടുക്കാനും ഉള്ളത് അവരുമായി പങ്കുവെക്കാനും മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന മാസമാണ് റംദാൻ. താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിൽ അഗതിക്കും അശരണനും അവകാശമുണ്ടെന്ന ഇസ്ലാമിക പാഠം പ്രാവർത്തികമാക്കുന്ന മാസം കൂടിയാണ് റംദാൻ. 10 ദിവസങ്ങൾ അടങ്ങുന്ന 3 ഭാഗങ്ങളായി റംദാനെ തിരിച്ചിരിക്കുന്നു. ഇതിനെ റഹ്മ എന്ന ദൈവകൃപ, മഗ്ഫിറ എന്ന പാപമോചനം, നിജാത്ത് എന്ന നരകവിമുക്തി എന്നിങ്ങനെ പേരു നൽകിയിരിക്കുന്നു. അവസാന 10 ഒറ്റയിട്ട രാവുകൾ ഏറ്റവും പുണ്യപ്രദമായി കണക്കാക്കുന്നു. ഇസ്ലാമിക് കലണ്ടർ അനുസരിച്ച് 29 അല്ലെങ്കിൽ 30 ദിവസമായിരിക്കും റംദാൻ മാസം നീണ്ടു നിൽക്കുക. 2026 റംദാൻ വ്രതം മാർച്ച് 19 അല്ലെങ്കിൽ 20 അവസാനിക്കുമെന്നാണ് കരുതുന്നത്. ഇതിനനുസരിച്ച് ചെറിയ പെരുന്നാൾ അഥവാ ഈദൽ ഫിത്തർ മാർച്ച് 20 ആഘോഷിക്കാനാണ് സാധ്യത. أشهد أن محمدًا عبده ورسوله أفضل ولد عدنان اختاره من صفوة الآباء والأمهات صلى الله وسلم على سيدنا محمد وعلى آله وأصحابه. أما بعد فيا أيها الناس أوصيكم عباد الله وإياي റമദാനെ ബഹുമാനിച്ചതിന്റെ കാരണമായി റമദാൻ കടന്നു വന്നതിൽ സന്തോഷിച്ചതിന്റെ കാരണമായി ഹറമല്ലാഹു ജസദഹു അലന്നീറാൻ അല്ലാഹു നരകത്തെ തൊട്ട ശരീരത്തെ ഹറാമാക്കുന്നതാണ്. നരകത്തിലേക്ക് ആ ശരീരത്തെ അല്ലാഹു കടത്തിവിടൂല. അവനിക്ക് നരകം ഹറാമാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ റമദാൻ ആഗതമായതിൽ സന്തോഷിച്ചാൽ കിട്ടുന്ന പ്രതിഫലമാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം അത്രയ്ക്ക് ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് റമദാൻ. അതാ മറ്റൊരു ഹദീസിൽ കാണാം, ലൗ തഅലമു ഉമ്മത്തി മാ ഫീ റമദാൻ റംദാനിലെ അവസാന 10 ലൈലത്തുൽ ഖദർ ഉൾപ്പെടെയുള്ള പുണ്യരാത്രികൾക്കായി വിശ്വാസികൾ ഇതിനകം തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. പ്രാർത്ഥനകൾക്കൊപ്പം തന്നെ ദാനധർമ്മങ്ങളും സൗഹൃദ സംഗമങ്ങൾക്കും റംദാനിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. സക്കാത്ത് നൽകി അശരണരെ സഹായിക്കുന്നതിലൂടെയും ഇഫ്താർ വിരുന്നുകളിലൂടെയും സ്നേഹവും സാഹോദര്യവും പങ്കുവയ്ക്കുന്നതിലൂടെയും ഈ മാസം പവിത്രമാകുന്നു. വിപണികളും പള്ളികളും പുണ്യമാസത്തെ വരവേൽക്കാൻ സജ്ജമായി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ വിവിധ മുസ്ലിം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മതപ്രഭാഷണങ്ങളും ഇഫ്താർ സംഗമങ്ങളും നാടിന്റെ പല ഭാഗങ്ങളിലും നടക്കും.
കഴിഞ്ഞ ഞായറാഴ്ച മഹാശിവരാത്രി മഹോത്സവം നടന്നതോടെ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ കുംഭഭരണി മഹോത്സവത്തിനും തുടക്കമായി. വരുന്ന തിങ്കളാഴ്ചയാണ് കുംഭഭരണി. ശിവരാത്രി ദിനത്തിൽ കെട്ടുകാഴ്ച നിർമ്മാണം ആരംഭിച്ചതോടെ കരകൾ ഉത്സവ ആവേശത്തിലേക്കായി. ചെട്ടികുളങ്ങര ഭഗവതിയുടെ ഇഷ്ടവഴിപാടായി കണക്കാക്കുന്ന കുത്തിയോട്ട സമർപ്പണത്തിനും അന്ന് സമാരംഭമായി. ഓണാട്ടുകരയുടെ ദേശീയ മഹോത്സവത്തിന്റെ തയ്യാറെടുപ്പാണ് നാട്ടിലെങ്ങും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഉള്ളത്. കുംഭമാസത്തിലെ ഭരണി നാളിലാണ് ഓണാട്ടുകരക്കാരുടെ ദേശീയ ഉത്സവം എത്തുന്നത്. ഒരു ദേശത്തെ ആകെ ആഘോഷാരവത്തിലും ഭക്തിയുടെ ഔന്നത്യത്തിലും എത്തിക്കുന്ന ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളതാണ്. വരുന്ന തിങ്കളാഴ്ച, അതായത് ഫെബ്രുവരി 23 നടക്കുന്ന ഭരണി ഉത്സവത്തിന്റെ തുടക്കം കഴിഞ്ഞ ശിവരാത്രി ദിവസമായിരുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 13 കരക്കാരുടെ ആത്മസമർപ്പണത്തിന്റെയും കൂട്ടായ്മയുടെയും നിദർശനമായ കെട്ടുകാഴ്ചകൾ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലെത്തിക്കുന്നതാണ് കുംഭഭരണി ഉത്സവത്തിലെ പ്രധാന ചടങ്ങ്. ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക് എന്നീ കരകൾ ക്ഷേത്രത്തിന്റെ 4 ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്നു. മറ്റുള്ള കരകൾ കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ് എന്നിവയാണ്. 13 കരകളിൽ നിന്നുമായി 6 കുതിരയും 5 തേരും ഭീമനും ഹനുമാനുമാണ് എഴുന്നള്ളിക്കുന്നത്. ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, പേള, നടക്കാവ് എന്നീ 6 കരകളിൽ നിന്ന് കുതിരയും കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, കടവൂർ, ആഞ്ഞിലിപ്ര, മേനാമ്പള്ളി എന്നീ 5 കരകളിൽ നിന്നും തേരുകളുമാണ് കെട്ടുകാഴ്ചയ്ക്കായി വരുന്നത്. മറ്റം വടക്ക് കരക്കാർ ഭീമന്റെയും മറ്റം തെക്ക് കരക്കാർ ഹനുമാന്റെയും പാഞ്ചാലിയുടെയും രൂപങ്ങളാണ് കെട്ടുകാഴ്ചകൾക്കായി ക്ഷേത്രത്തിലെത്തിക്കുന്നത്. ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്തുള്ള കാഴ്ചക്കണ്ടത്തിൽ കുംഭഭരണി നാളിൽ സദ്യയോടെ അണിനിരക്കുന്ന തേരും കുതിരയും ഭീമനും ഹനുമാനും പകരുന്നത് ഭക്തി നിർഭരവും വിസ്മയ സമ്പുഷ്ടവുമായ അനുഭവമാണ്. കെട്ടുകാഴ്ച നിർമ്മാണത്തിനൊപ്പം കുതിരമൂട്ടിൽ കഞ്ഞി വഴിപാടും ശിവരാത്രി ദിനത്തിൽ തുടങ്ങി കരയുടെ ആസ്ഥാനത്തോ വഴിപാടുകാരുടെ ഭവനത്തിലോ ആണിവ നടക്കുന്നത്. ഭക്തജനങ്ങൾ നടത്തുന്ന ഒരു നേർച്ചയാണ് കുതിരമൂട്ടിൽ കഞ്ഞി. പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണ് ഇന്നും ഈ വഴിപാട് നടത്തുന്നത്. ഭഗവതി ഈ നാട്ടിൽ വന്നപ്പോൾ ആദ്യമായി കഴിച്ച ആഹാരം എന്നൊരു സങ്കല്പവും ഇതിന് പിന്നിൽ കാണാം. ഇലയും തടയും പ്ലാവിലയും മറ്റുമാണ് ഇപ്പോഴും ഇതിനുപയോഗിക്കുന്നത്. മുതിരപ്പുഴുക്കും അസ്ത്രവും കടുമാങ്ങയും ഇതിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവങ്ങളാണ്. ഓലക്കാല് തടകെട്ടി നിലത്ത് വെച്ച് അതിൽ വാഴയില കുമ്പിള് കുത്തിവെച്ച ശേഷം ചൂട് കഞ്ഞി അതിൽ പകരുന്നു. ഒപ്പം മുതിരപ്പുഴുക്ക്, അസ്ത്രം, അവിൽ, കടുമാങ്ങ, പപ്പടം, ഉണ്ണിയപ്പം, പഴം എന്നിവ ഉണ്ടാകും. പ്ലാവിലയാണ് കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്നത്. ജാതിമത ഭേദമോ സമ്പത്തിന്റെയോ അധികാരത്തിന്റെയോ ഭേദമോ ഇല്ലാതെ എല്ലാവരും നിലത്തിരുന്ന് കഞ്ഞി കുടിക്കുകയാണ് പതിവ്. ചെട്ടികുളങ്ങര ഭഗവതിയുടെ ഇഷ്ടവഴിപാടായി കണക്കാക്കുന്ന കുത്തിയോട്ട സമർപ്പണത്തിനും ശിവരാത്രി ദിവസമാണ് തുടക്കം. വിവിധ ക്ഷേത്രങ്ങളിൽ കുത്തിയോട്ട വഴിപാട് നടത്താറുണ്ടെങ്കിലും വീടുകളിൽ കുത്തിയോട്ട വഴിപാടായി നടത്തുന്നത് ചെട്ടികുളങ്ങരയിൽ മാത്രമാണ്. ഒരു ഭക്തന്റെ വഴിപാട് അവരുടെ ഭവനത്തിൽ വച്ച് നടത്തുമ്പോൾ കരക്കാർ അത് ഏറ്റെടുത്ത് നടത്തുന്ന മനോഹര കാഴ്ചയാണ് കുത്തിയോട്ട വീടുകളിൽ കാണാൻ കഴിയുന്നത്. കുത്തിയോട്ടം എന്ന അനുഷ്ഠാന കലയുടെ പ്രധാന ഭാഗമാണ് ദിവസേനയുള്ള പാട്ടും ചുവടും. പ്രത്യേകമായി തയ്യാറാക്കിയ ദേവീ പീഠത്തിന് നേരെ മുന്നിൽ ചുവടും അതിനരികിലായി പാട്ടുകാരും ഇരിക്കും. പാടി സ്തുതിച്ച് താളത്തിൽ ചുവട് വെച്ച് ദേവിയെ പ്രീതിപ്പെടുത്തുന്നുവെന്നാണ് വിശ്വാസം. ഭരണി നാളിൽ പുലർച്ചെ പൂജകൾക്ക് ശേഷം ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തി കുത്തിയോട്ടം ദേവിക്ക് സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾക്ക് പരിസമാപ്തിയാവും. തിങ്കളാഴ്ച നടക്കുന്ന ചെട്ടികുളങ്ങര കുംഭഭരണിയോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. കുംഭഭരണി നാളിൽ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ മുഴുവൻ സമയവും ദർശന സൗകര്യം ലഭിക്കും. തിങ്കളാഴ്ച പുലർച്ചെ 4:30 തുറക്കുന്ന ക്ഷേത്രനട അടുത്ത ദിവസം ഉച്ചപൂജയ്ക്ക് ശേഷമേ അടയ്ക്കൂ.
മഹാശിവരാത്രി ആഘോഷത്തിൽ തുടങ്ങി കുംഭഭരണി ആഘോഷത്തിലെത്തിയ ആഴ്ചയാണ് കടന്നുപോകുന്നത്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ ചടങ്ങുകളും പരിപാടികളും നടന്നു. നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ ശിവരാത്രി കെട്ടുകാഴ്ച ഇതിൽ പ്രധാനമാണ്. കെട്ടുകാഴ്ച ക്ഷേത്രാങ്കണത്തിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങൾക്ക് ദർശന പുണ്യമേകി. കെട്ടുകാഴ്ച നടക്കുമ്പോൾ പ്രദേശത്ത് വൈദ്യുതി മുടങ്ങിയിരുന്നതിന് പരിഹാരവുമായി എന്ന പ്രത്യേകത ഇക്കുറിയുണ്ട്. നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ ശിവരാത്രി കെട്ടുകാഴ്ച ഭക്തിയുടെയും കലയുടെയും സമന്വയവും കരക്കാരുടെ കരവിരുതിന്റെയും കരുത്തിന്റെയും പ്രകടന വേദിയുമായി. നൂറനാട് പാലമേൽ വില്ലേജുകളിൽ നിന്നുള്ള 16 കരകളിൽ നിന്നാണ് പടുകൂറ്റൻ ഇരട്ട കെട്ടുകാളകൾ ക്ഷേത്ര മൈതാനിയിൽ അണിനിരത്തിയത്. പാലമേൽ, ഇടപ്പോൺ, മുതുകാട്ടുകര, നടുവിലെ മുറി, തത്തംമുന്ന, നെടുക്കുളിഞ്ഞുമുറി, ഉളവുകാട്, കിടങ്ങയം, പഴഞ്ഞിയൂർ കോണം, പുലിമേൽ, ഇടക്കുന്നം, പാറ്റൂർ, പുതുപ്പള്ളിക്കുന്നം, എരുമക്കുഴി, കുടശനാട്, പള്ളിക്കൽ, പയ്യന്നൂർ കരകളിൽ നിന്നാണ് കെട്ടുകാഴ്ചകൾ ക്ഷേത്ര ദർശനത്തിന് കൊണ്ടുവന്നത്. 50 അടിയിലധികം ഉയരമുള്ള കെട്ടുകാളകൾ ഈ ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ്. കേരളത്തിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ കെട്ടുകാഴ്ചകളിൽ ഒന്നാണിത്. നന്ദികേശ പൈതൃക ഗ്രാമം എന്ന് കേരള സർക്കാർ നൂറനാടിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് തന്നെ കെട്ടുകാള നിർമ്മാണത്തിനുള്ള പ്രാധാന്യം കൊണ്ടാണ്. ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ കരകളിൽ നിന്ന് കെട്ടുകാഴ്ചകളെ ക്ഷേത്ര മൈതാനിയിൽ കൊണ്ടുവന്നു. ക്ഷേത്രത്തിന് വലം വെപ്പിച്ച് കെട്ടുകാഴ്ചകൾക്ക് പരബ്രഹ്മത്തിന്റെ അനുഗ്രഹം വാങ്ങി. ഇതിനുശേഷം കരകൾക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനങ്ങളിൽ നിരത്തിയതോടെ കെട്ടുത്സവത്തിന് സമാപനമായി. രാവിലെ നടന്ന ഉരുളിച്ച വഴിപാടും കാവടിയാട്ടവും ഭക്തി നിർഭരമായി. 16 കരകളിലെ വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഘോഷയാത്രയായാണ് കൂട്ടക്കാവടികൾ പടനിലം ക്ഷേത്രത്തിലേക്ക് എത്തിയത്. വാദ്യമേളങ്ങൾ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചു. കാവടിയുമായി ക്ഷേത്രത്തിലെത്തിയ ഭക്തർ പരബ്രഹ്മത്തെ വണങ്ങി അനുഗ്രഹം വാങ്ങി. കുട്ടികൾ നേർച്ചയായി കെട്ടിയ കെട്ടുകാളകളെയും രാവിലെ മുതൽ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അനുഗ്രഹം വാങ്ങി. പടനിലം പരബ്രഹ്മക്ഷേത്രവും പരിസര പ്രദേശവും ഭൂഗർഭ കേബിളും AB കേബിളും സ്ഥാപിക്കുന്ന പദ്ധതി പൂർത്തീകരിച്ചതിനാൽ കെട്ടുകാഴ്ച നടക്കുമ്പോൾ പ്രദേശത്ത് വൈദ്യുതി മുടങ്ങിയിരുന്നതിന് പരിഹാരവുമായി എന്ന പ്രത്യേകത ഇക്കുറിയുണ്ടായിരുന്നു. വാർത്തകളിൽ ചിലവ പുനർവായനയ്ക്ക് വിധേയമാകുന്നു, ചില വാർത്തകൾ വിശകലനത്തിന് വിധേയമാകുന്നു. അത്തരം പുനർവായനയും വിശകലനവുമാണ് വാരം വാർത്താ വിചാരം. വാരം വാർത്താ വിചാരത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.